ISLൽ ബ്ലാസ്റ്റേഴ്സിന് വിജയം. ഒഡീഷയെ പരാജയപ്പെടുത്തിയത് 1-2 ഗോളുകൾക്ക്. ബ്ലാസ്റ്റേഴ്സിന്റെ വിജയം. ഇഞ്ചുറി ടൈമിൽ ബെർത്തോമിയോ ഫെർണാണ്ടസ് എന്നിവർ ബ്ലാസ്റ്റേഴ്സിനായി ഗോൾ നേടി. ഇപ്പോൾ വിവരങ്ങളുമായി അമൽനാഥ് പാടിച്ചാൽ കൂടി ചേരുന്നു. അമൽനാഥ്, എന്തായാലും ISLൽ ബ്ലാസ്റ്റേഴ്സിന് വൻ വിജയം നേടിയിരിക്കുകയാണ്. ഒഡീഷയെ പരാജയപ്പെടുത്തിയത് 1-2 ഗോളുകൾക്കാണ്. വിവരങ്ങൾ എന്തൊക്കെയാണ്? ആവേശം അവസാന നിമിഷം വരെ നീണ്ടുനിന്ന പോരാട്ടത്തിലാണ് ഒഡീഷ FC 2 ഗോളുകൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് തകർത്ത വിജയം തന്നെയായിരുന്നു. കാരണം ഇഞ്ചുറി ടൈമിലാണ് പകരക്കാരനായി ഇറങ്ങിയ മത്യാസ് ഹെർണാണ്ടസ് നേടിയ ഗോളിൽ ബ്ലാസ്റ്റേഴ്സ് ഒരു നാടകീയ വിജയത്തിലേക്ക് എത്തുന്നത്. ഇതോടെ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തോൽവി അറിയാതെ 4 മത്സരങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഈ മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ ആക്രമിച്ചു കളിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെയാണ് കാണാൻ വേണ്ടി സാധിച്ചത്. അതിന്റെ റിസൾട്ട് എന്ന രീതിയിൽ തന്നെ 12ാമത്തെ മിനിറ്റിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന് മത്സരത്തിൽ ലീഡ് എടുക്കാൻ വേണ്ടി സാധിച്ചു. കെവിൻ യോക്ക് തൊടുത്ത ഒരു ലോങ് റേഞ്ച് ഷോട്ട് ഒഡീഷയുടെ പ്രതിരോധത്തിൽ തട്ടിത്തെറിച്ച് അത് ബോക്സിനുള്ളിലേക്ക് തന്നെ പോവുകയായിരുന്നു. അവിടെ വിക്ടർ ബെർട്ടോമിയിലൂടെ ഒരു ഗോൾ ബ്ലാസ്റ്റേഴ്സിനെ സ്വന്തമാക്കാൻ വേണ്ടി സാധിക്കുകയായിരുന്നു. എന്നാൽ ആക്രമിച്ചു കളിച്ച ഒഡീഷ അധികം വൈകാതെ തന്നെ സമനില ഗോൾ നേടുകയായിരുന്നു. റഹീമിലൂടെയായിരുന്നു മത്സരത്തിന്റെ 27ാമത്തെ മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സ് സമനില നേടിയത്. അതോടുകൂടി ആദ്യ പകുതി 1-1 എന്ന സ്കോറിൽ സമനിലയിൽ പിരിഞ്ഞു. എന്നാൽ രണ്ടാം പകുതിയിൽ ഇരു ടീമുകളും വിജയത്തിനായി പൊരുത്തുന്ന ഒരു ആവേശകരമായ മത്സരമായിരുന്നു കാണാൻ സാധിച്ചത്. ഒഡീഷ പലപ്പോഴും ഈ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധത്തെ പരീക്ഷിക്കുന്നത് കാണാൻ വേണ്ടി സാധിച്ചു. എന്നാൽ ഗോൾ കീപ്പറായ അർഷയ്ക്കിന്റെ പ്രകടനം ബ്ലാസ്റ്റേഴ്സിന് പലപ്പോഴും തുണയാവുകയായിരുന്നു. എന്തായാലും ഒഡീഷയ്ക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് വൻ വിജയം. അമൽനാഥാണ് വിവരങ്ങളുമായി ചേർന്നത്.